2015 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച സഞ്ജു സാംസൺ അന്ന് സിംബാബ്വേക്കെതിരായ ഏകദിന മത്സരത്തിൽ കളിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. എന്നാൽ ദേശീയ ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ സഞ്ജുവിന് സാധിച്ചില്ല. കഴിഞ്ഞ വർഷം കിരീടം ചൂടിയ ഇന്ത്യയുടെ T20 ലോകകപ്പ് ടീമിലും സഞ്ജു ഉണ്ടായിരുന്നുവെങ്കിലും ഒരു കളിയിൽ പോലും പ്ലേയിങ് 11-ൽ അവസരം ലഭിച്ചിരുന്നില്ല. എന്നാൽ ഗൗതം ഗംഭീർ പരിശീലകനായി എത്തിയതിനു ശേഷം കാര്യങ്ങൾ ആകെ മാറി. T20-ൽ ഇന്ത്യയുടെ സ്ഥിരം ഓപ്പണറായി സഞ്ജു മാറി. മികച്ച പ്രകടനങ്ങളിലൂടെ തന്നിൽ അർപ്പിച്ച പ്രതീക്ഷകൾ സഞ്ജു കാക്കുകയും ചെയ്തു. 2026-ൽ നടക്കാനിരിക്കുന്ന T20 ലോകകപ്പിലും ഇന്ത്യയുടെ ഓപ്പണർ സഞ്ജു ആയിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അഥവാ ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നാൽ പോലും പ്ലേയിങ് 11-ൽ വിക്കറ്റ് കീപ്പറായി സഞ്ജുവിന് സ്ഥാനം ഉറപ്പാണ്. ഇന്ത്യയുടെ T20 ടീമിൽ സ്ഥാനം ഉറപ്പിച്ച സഞ്ജുവിന് അതിനു മുമ്പ് ഹോം ഗ്രൗണ്ടിൽ ആദ്യ അന്താരാഷ്ട്ര മത്സരം കളിക്കാനുള്ള സുവർണ അവസരം കൂടിയാണ് വരുന്നത്. അടുത്ത വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ടാണ് T20 ലോകകപ്പ് നടക്കുന്നത്. ഇന്ത്യയും ശ്രീലങ്കയുമാണ് 2026 T20 ലോകകപ്പിന്റെ വേദികൾ. ഈ ടൂർണമെന്റിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ന്യൂസിലൻഡിനെതിരെ ഇന്ത്യ ഒരു T20 പരമ്പര കളിക്കുന്നുണ്ട്. T20 ലോകകപ്പിൽ കളിക്കുന്ന സ്ക്വാഡിനെ തന്നെയായിരിക്കും ഈ പരമ്പരയിലും ഇന്ത്യ അണിനിരത്തുക എന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ സഞ്ജുവും ഈ പരമ്പരയിൽ ടീമിൽ കാണും. ഇന്ത്യ ന്യൂസിലൻഡ് T20 പരമ്പരയിലെ 5-ാം മത്സരത്തിന് വേദിയാകുന്നത് തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ്. സഞ്ജുവിന്റെ ഹോം ഗ്രൗണ്ട് കൂടിയാണിത്. സ്വന്തം നാട്ടിൽ മലയാളികൾക്ക് മുന്നിൽ ആദ്യമായി ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ ഒരു അന്താരാഷ്ട്ര മത്സരം കളിക്കാനുള്ള സുവർണ അവസരമാണ് ഇതോടെ സഞ്ജുവിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. 2019-ൽ തിരുവനന്തപുരത്ത് വെസ്റ്റ് ഇൻഡീസിനെതിരെ T20 മത്സരം കളിക്കാൻ ഇന്ത്യൻ ടീം എത്തുമ്പോൾ സ്ക്വാഡിൽ സഞ്ജുവും ഉണ്ടായിരുന്നു. എന്നാൽ പ്ലേയിങ് 11-ൽ താരത്തിന് ഇടം ലഭിച്ചിരുന്നില്ല. ഋഷഭ് പന്താണ് അന്ന് ടീമിന്റെ വിക്കറ്റ് കീപ്പറായി കളിച്ചത്. സഞ്ജു ഇല്ലാതെ കളിച്ച ഇന്ത്യ അന്ന് മത്സരത്തിൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിനെതിരെ നടന്ന T20 പരമ്പര മുതൽ ഇന്ത്യൻ T20 ടീമിന്റെ ഓപ്പണറാണ് സഞ്ജു. ബംഗ്ലാദേശിനെതിരായ പരമ്പരയിലെ 3-ാം മത്സരത്തിൽ സെഞ്ചുറി നേടിയതോടെ സഞ്ജുവിന്റെ തലവര മാറി. ഇതിനുശേഷം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവരുടെ നാട്ടിൽ നടന്ന പരമ്പരയിലും സഞ്ജു തിളങ്ങി. 2 സെഞ്ചുറികളാണ് അവിടെ സഞ്ജു നേടിയത്. ഈ പ്രകടനങ്ങളോടെ ഇന്ത്യയുടെ T20 ടീമിൽ സ്ഥാനമുറപ്പിക്കാനും സഞ്ജുവിനായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര T20-ൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോററും സഞ്ജു ആയിരുന്നു. 13 കളികളിൽ 436 റൺസായിരുന്നു സഞ്ജു നേടിയത്. T20-ൽ ഇന്ത്യക്കായി 42 മത്സരങ്ങളാണ് സഞ്ജു കളിച്ചിട്ടുള്ളത്. ഇതിൽ 25.32 ബാറ്റിംഗ് ശരാശരിയിൽ 861 റൺസാണ് സഞ്ജുവിന്റെ സമ്പാദ്യം. 3 സെഞ്ചുറികളും 2 അർദ്ധ സെഞ്ചുറികളും T20-ൽ അദ്ദേഹം ഇന്ത്യക്കായി നേടിയിരുന്നു. T20 ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരാണ് ടീം ഇന്ത്യ. 2024-ൽ നടന്ന കഴിഞ്ഞ T20 ലോകകപ്പിന്റെ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ വീഴ്ത്തിയായിരുന്നു ഇന്ത്യയുടെ കിരീട നേട്ടം. കഴിഞ്ഞ T20 പരമ്പരകളിൽ ടീമിലില്ലാതിരുന്ന ശുഭ്മാൻ ഗില്ലും യശസ്വി ജയ്സ്വാളും കൂടി T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ അടുത്ത തവണ ഇടം പിടിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ സമീപകാലത്ത് മികച്ച ഫോമിലുള്ള താരങ്ങളാണ് ഇരുവരും. ഗിൽ അവസാനം അന്താരാഷ്ട്ര T20 കളിച്ചത് ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു. അന്ന് ടീമിന്റെ ഉപനായകൻ കൂടിയായിരുന്നു അദ്ദേഹം. 2-ാം വിക്കറ്റ് കീപ്പറായി 6 സ്ക്വാഡിൽ എത്തുമെന്ന കാര്യത്തിലും ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. ജിതേഷ് ശർമ്മയ്ക്കോ ഋഷഭ് പന്തിനോ ഈ സ്ഥാനത്തേക്ക് നറുക്കു വീണേക്കും എന്നാണ് സൂചന.